പലതരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ വീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലതും പല ദുരന്തത്തിന്റെയും സൂചനകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സൂചനകളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയി തന്നെയാണ് ഇത്രയും കാലം ഈ ഭൂമിയിൽ നാം അതിജീവിച്ചതുപോലും. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണുന്നു. കുറച്ചുനാൾ മുൻപ് വരെ കള്ളക്കടൽ പ്രതിഭാസം എന്നൊരു വാക്ക് വലിയ തോതിൽ വാർത്തകളിൽ കേട്ടിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പോൾ സ്ഥിരമായി അതിനെക്കുറിച്ച് കേൾക്കുന്നു. അതിനുശേഷമാകട്ടെ ഇപ്പോൾ പ്രളയം എന്ന വാക്ക് നിരന്തരം ഉച്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനിടയിൽ പച്ചക്കടൽ പ്രതിഭാസം എന്ന രീതിയിൽ ഒരു പ്രതിഭാസം, ചുവന്ന കടൽ പ്രതിഭാസം എന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെ തന്നെ പല രീതിയിലുള്ള പ്രതിഭാസങ്ങളാണ് കേരളത്തിൽ പലയിടത്തുമായി നാം കണ്ടത്. അതല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെയും. എന്നാൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാകട്ടെ ഏവരെയും അമ്പരപ്പിച്ച ഒരു മഴയായിരുന്നു. ഈ കനത്ത ചൂടിൽ നിന്നും ആശ്വാസമേകി മഴ പെയ്യുമെന്നും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് മഴയോടൊപ്പം പെയ്തിറങ്ങിയത് കരി കൂടിയായിരുന്നു. കറുത്ത മഴ. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ഏറെ പരിഭ്രാന്തരായി കുറെ മണിക്കൂർ നേരം അവിടുത്തെ നാട്ടുകാർ. വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിലും പാടത്തും പറമ്പിലുമുള്ള ചെടികളിലും മരങ്ങളിലും ഒക്കെ തന്നെ കറുത്ത മഷി വാരി വിതറിയതുപോലെ നിറമൊട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്താണ് ഇതിനു പിന്നിൽ സംഭവിച്ചത്? പരക്കെ ഒരു ഭീകരാന്തരീക്ഷം എന്ന രീതിയിൽ ജനങ്ങൾ ഏറെ അമ്പരന്നിരുന്നു ഏറെ മണിക്കൂർ നേരം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകരയിലാണ് മഴയോടൊപ്പം ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത്, കരി പെയ്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മഴയോടൊപ്പം കരി പെയ്തിറങ്ങിയത് ജനങ്ങളിൽ ആദ്യം വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയത്. തച്ചനാട്ടുകരയിൽ കുണ്ടൂർക്കുന്ന്, ആവണക്കുന്ന് മേഖലകളിലായിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ചെടികളുടെ ഇലകളിലും വീടുകളുടെ മുറ്റത്തും മേൽക്കൂരയിലും ഒക്കെ തന്നെ കറുത്ത കരി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മഷി പുരട്ടിയ രീതിയിൽ തന്നെയാണ് ഇത് കാണാൻ കഴിയുന്നത്. നാട്ടുകാർ ഏറെ ദുരിതത്തിൽ ഇതിനെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. ഇതിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നും ഇതിന്റെ ആപത്തിൽ നിന്നും ഇനി ഈ മഴ മൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമടക്കം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ആസിഡ് റെയിൻ അടക്കം നമുക്ക് അറിയാവുന്നതാണ്, അതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാവുന്നതാണ്. എന്നാൽ ഈ കരിമഴ പെയ്താൽ എന്തായിരിക്കും ഇനി തങ്ങൾക്ക് സംഭവിക്കുക എന്ന ആശങ്കയാണ് ജനം പങ്കുവെക്കുന്നത്. ഈ മേഖലയിൽ പ്ലൈവുഡ് ഫാക്ടറി അടക്കം നിരവധി വ്യാവസായിക സംരംഭ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇവയുടെ പുകക്കുഴലിൽ നിന്നാവാം ഈ മഴയോടൊപ്പം കരി കലർന്നിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലെ പുകക്കുഴലിൽ നിന്നും പുറന്തള്ളുന്ന കരിയും മാലിന്യവും അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. കനത്ത ചൂടിൽ ഇത് വിഘടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ആ കാർമേഘങ്ങളിൽ അതോടൊപ്പം തന്നെ ഈ പുകയും നിറഞ്ഞ് അതിനോടൊപ്പം കരി കലർന്ന് താഴേക്ക് പതിക്കുകയായിരിക്കാമെന്ന ഒരു സംശയമാണ് പ്രാഥമികമായി നാട്ടുകാർ പങ്കുവെക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് അനുമാനം മാത്രമാണ്. അങ്ങനെയാണ് ചെടികളുടെ ഇലകളിലും മറ്റുമൊക്കെ കറുത്ത നിറത്തിലുള്ള കരി ഒട്ടിപ്പിടിച്ച നിലയിൽ ഇപ്പോൾ കാണപ്പെടുന്നത്. പ്രകൃതിദത്തമായി പെയ്യേണ്ട മഴയ്ക്ക് പകരം മലീമസമായിട്ടുള്ള മലിനീകരണം വാഗ്ദാനം ചെയ്യുന്ന മഴ കൂടിയാണ് ഇപ്പോൾ പെയ്തിരിക്കുന്നത്. കടുത്ത പാരിസ്ഥിതിക പ്രശ്നമായി തന്നെയാണ് നാട്ടുകാർ ഇതിനെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നാട്ടുകാർ തന്നെ ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി വേണ്ട വിധത്തിൽ വിശദ പരിശോധന നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതാദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനു മുൻപും സമാനമായ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിലുള്ള ചില പ്രതിഭാസങ്ങൾ അത് മനുഷ്യരായിട്ടായിരുന്നാലും അല്ലാതെ പ്രകൃതിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും സംഭവിക്കാറുണ്ട്. ഇതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിന്റെ കാരണം എന്തെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടെത്തുമെന്നുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവചിക്കുന്നുണ്ട്. കൊടും ചൂട് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ കൊടും ചൂടിന് ശമനം എന്ന രീതിയിൽ, ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെയാണ് മഴ സാധ്യതാ പ്രവചനങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 ജില്ലകളിലുള്ള മഴ സാധ്യത പ്രവചിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇനി മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. വരാനിരിക്കുന്ന മണിക്കൂറിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട്. ഇതുകൂടാതെ അടുത്ത 5 ദിവസങ്ങളിൽ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിൽ ഇനി നേരിയ മഴയ്ക്ക് സാധ്യതയാണുള്ളത്. ഇതിനു മുൻപ് വടക്കൻ ജില്ലകളിലായിരുന്നു മഴ പെയ്തിറങ്ങിയതെങ്കിൽ ഇനി തെക്കൻ ജില്ലകളിലേക്ക് മഴയെത്തും. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന 3 മണിക്കൂറിൽ കേരളത്തിൽ
പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരിക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഈ ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെയും, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെയും 0.8 മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 8:30 വരെ 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ പ്രത്യേകം ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പുലർത്തുക എന്നതാണ് പ്രധാനമായും നൽകുന്ന നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.